ഹായ്. ചില കോൺഫറൻസുകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും മറ്റ് ഔട്ട്ബൗണ്ട് ട്രെയിനേഴ്സിനെ ഒക്കെ പരിചയപ്പെടാറുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഒരാളെ പരിചയപ്പെട്ട സമയത്ത് പരിചയപ്പെട്ട ഉടനെ പുള്ളി പറഞ്ഞത്, "ഓ നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് ആണല്ലേ" എന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു കോമ്പറ്റീറ്റേഴ്സ് അല്ല, നമുക്ക് കൊളാബറേറ്റ് ചെയ്യാവുന്നതാണെന്ന്. കാരണം നമ്മൾ ഒരേ പ്രൊഫഷൻ ചെയ്യുന്ന 2 പേര് തമ്മിൽ കോമ്പറ്റീറ്റേഴ്സ് ആവേണ്ടതില്ല. അതേപോലെ തന്നെ ഞാനൊരു സ്ഥാപനം നടത്തുന്നു. സിമിലർ കൈൻഡ് ഓഫ് ബിസിനസ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ കോമ്പറ്റീറ്റർ അല്ല. നമ്മുടെ ഒരു കൊളാബറേഷന് ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ എൻ്റെ പ്രൊഫഷൻ ചെയ്യുന്ന അതേ പ്രൊഫഷൻ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുക അതിൻ്റെ കൊളാബറേഷൻ പോസിബിലിറ്റീസ് ആണ്. അതേപോലെ തന്നെ ഞാൻ ഔട്ട്ബൗണ്ട് ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സിനെ തന്നെ ക്രിയേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ആക്ച്വലി നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യില്ല, നമ്മൾ ആ ഒരു ഇൻഡസ്ട്രി വളർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതേ സ്ഥലത്ത് മറ്റ് ബിസിനസ്സുകളും കൂടെ അല്ലെങ്കിൽ അതുപോലുള്ള ബിസിനസ്സുകളൂടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ആ ഒരു ഇൻഡസ്ട്രി തന്നെ ഗ്രോ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഔട്ട്ബൗണ്ട് ട്രെയിനിങ് റിലേറ്റഡ് അല്ലെങ്കിൽ ടീം ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ചെയ്യുന്നു, മറ്റൊരാളും കോണ്ടന്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുകയാണ്. ആ മറ്റൊരാൾ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് എനിക്ക് കൂടെ അതിൻ്റെ ഉപകാരം കിട്ടിയേക്കാം. അപ്പോൾ അത് ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വേൾഡ് വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ എവിടുന്നാണ് മീൻ പിടിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാനൊരു ചെറിയ കുഴിയിൽ നിന്നാണ് മീൻ പിടിക്കുന്നത്, അതിൽ വേറെ ആളും കൂടെ മീൻ പിടിക്കാൻ വന്നാലേ എനിക്കുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ അത് കുഴിയിൽ നിന്നാണോ, കുളത്തിൽ നിന്നാണോ, പുഴയിൽ നിന്നാണോ, കടലിൽ നിന്നാണോ മീൻ പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേൾഡ് വലുതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര കോമ്പറ്റീറ്റേഴ്സ് വന്നാലും ഒരു പ്രശ്നവുമില്ല.